ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രഞ്ജു ഫ്രം വൈക്കി സൗണ്ട് അക്കാഡമി. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് നാളെ നമ്മൾ വീഡിയോ ഏകദേശം ഒരു 3-4 മന്ത്സിനടുത്തായിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ട്. നമുക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോയുടെ ഈ ഒരു ഡിലേ വന്നത്. നമുക്ക് ഒരുപാട് കമൻറ്റ്സ് അതേപോലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് എന്ത് ഇറക്കാത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമ്മളിനി കണ്ടിന്യൂസ് വീഡിയോസ് ഇറക്കാനുള്ള പ്ലാനാണ്. ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അൺബോക്സിംഗ് ആണ്. നമ്മളൊരു കോളേജിന് വേണ്ടി ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി മേടിച്ച കുറച്ച് സ്റ്റുഡിയോ ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോ അൺബോക്സിങ് ചെയ്യുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഐറ്റംസ്. നമ്മൾ ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് മോട്ടോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ M2 എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ് ആണ്. 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട്. അതേപോലെ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഓഡിയോ ടെക്നിക്ക AT2020 എന്ന് പറഞ്ഞ മോഡലാണ്. ഹെഡ്ഫോൺസ് പറയുന്നത് ഓഡിയോ ടെക്നിക്ക ATH20X എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സിൻ്റെ അൺബോക്സിംഗ് ആണ് നമുക്ക് ഈ ഒരു വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗ് ചെയ്യുക. അതെന്ന് പറയുന്നത് ഓഡിയോ ടെക്നിക്ക AT2020 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം. ബാക്കി ഓരോരോ പ്രോഡക്റ്റ് നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ഈ ഒരു മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗിൽ പോകാം. ആദ്യം തന്നെ ഈ മൈക്രോഫോണിൻ്റെ മോഡൽ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു റേഞ്ച് ഒരു 10,000-11,000 റേഞ്ചിൽ പറഞ്ഞത് ബെസ്റ്റ് മൈക്കാണ് നിങ്ങൾക്ക് മേടിക്കാവുന്ന ഓഡിയോ ടെക്നിക്ക AT2020. ഇതെന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോഫോണാണ്. വളരെ ടോപ്പ് ആയിട്ടുള്ള സിംഗേഴ്സ്, ബില്ലി ഐലിഷ് എന്ന് പറഞ്ഞ വെസ്റ്റേൺ സിംഗർ, പുള്ളിക്കാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്ത ഈ ഒരു മൈക്രോഫോണിലാണ്. ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്ന, ഇത്രയും ലോ ബഡ്ജറ്റിലാണെങ്കിൽ പോലും ഇപ്പോഴും യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ, ഇപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു മൈക്രോഫോണാണ് ഓഡിയോ ടെക്നിക്ക AT2020. നിങ്ങൾക്ക് ഒരു മൈക്രോഫോൺ, ഒരു 10,000 ബഡ്ജറ്റുള്ള മൈക്രോഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടിച്ച് മേടിക്കാം ഈ ഒരു മൈക്രോഫോൺ. കണ്ടൻസർ മൈക്രോഫോണാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോഫോണാണ്, വളരെ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ ഒരു മൈക്രോഫോണാണ്. നിങ്ങൾക്ക് ഈ ഒരു മൈക്രോഫോൺ മേടിക്കാം. അപ്പോൾ ഈ ഒരു മൈക്രോഫോണാണ് നമ്മൾ ആ കോളേജിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്കിത് തുറന്ന് നോക്കാം, ഇതിനുള്ളിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബോക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഒരു മൈക്രോഫോണിൻ്റെ പിക്ചർ, ഇത് തന്നെയാണ് മൈക്രോഫോൺ, ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ആമസോൺ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 8,000 ആ റേഞ്ചാണ്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓഫർ ആണെങ്കിൽ ചിലപ്പോൾ 7,000 പോകും, അല്ലെങ്കിൽ നോർമലി ഒരു 8,000, 9,000 ആ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം, നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതിന് ജസ്റ്റ് ഒരു ഫോം കുഷനിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി പേപ്പറും അതേപോലെ ഈ ഒരു മൈക്രോഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഈ മൈക്രോഫോൺ എന്ന് പറയുന്നത് കാർഡിയോയിഡ് പാറ്റേൺ ആണ്. കാർഡിയോയിഡ് പോളാർ പാറ്റേൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ ക്യാപ്ചർ ചെയ്യുള്ളൂ, അതിൻ്റെ ബാക്ക് സൈഡിൽ അത് ക്യാപ്ചർ ചെയ്യത്തില്ല, ഫ്രണ്ട് സൈഡ് മാത്രം. കാർഡിയോയിഡ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് വെച്ചാൽ ഒരു ഹാർട്ട് ഷേപ്ഡ് ആണ്. ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വരച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ പിക്കപ്പ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ബാക്ക് സൈഡിൽ ക്യാപ്ചർ ചെയ്തില്ല. അതേപോലെ ഇതൊരു കണ്ടൻസ്ഡ് മൈക്രോഫോൺ ആണ്, അതുകൊണ്ട് 48 വോൾട്സിൻ്റെ ഫാൻറ്റം പവർ ഇതിന് വേണം വർക്ക് ചെയ്യണമെങ്കിൽ. അത് നിങ്ങളുടെ ഓഡിയോ ഇൻ്റർഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ മിക്സറിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ നോയ്സ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബാക്കി നിങ്ങളൊരു ലോക്കൽ മൈക്രോഫോൺ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോയ്സ് ലെവൽ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കുന്ന നോയ്സ്, അതേപോലെ പുറത്തുനിന്ന് എടുക്കുന്ന നോയ്സ്, അതൊക്കെ വളരെ ഫിൽറ്ററിങ് ഒക്കെ വളരെ മോശമായിരിക്കും. പക്ഷേ ഈ ഒരു മൈക്രോഫോണിൻ്റെ നോയ്സ് ലെവൽ വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയോ വളരെ ക്ലീൻ ആയിട്ടുള്ള ഓഡിയോ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിന് പ്രൊവൈഡഡ് ആണ്. പിന്നെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉള്ള മൈക്രോഫോണാണ്. ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഗ്രാഫ് അവർ ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്, 20 മുതൽ 20 kHz. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് ലെവിറ്റ് 240 Pro. അതിൻ്റെ ഹൈസ് കുറച്ചുകൂടി ബൂസ്റ്റഡ് ആണ് ഇതിനേക്കാളും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മൈക്രോഫോൺ ഈ ഒരു AT2020 എന്ന് പറഞ്ഞ മൈക്രോഫോണാണ്. നിങ്ങൾക്ക് കണ്ണടിച്ച് മേടിക്കാം. വളരെ ഫ്ലാറ്റ് റെസ്പോൺസ് ആണ്. അതുപോലെ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് വെക്കാവുന്ന ഒരു മൈക്രോഫോണാണ് ഈ AT2020 എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങൾക്ക് കാണാം, വളരെ ഒരു 80 Hz ഒരു ചെറിയ ഡിപ്പ് അല്ലാണ്ട് വേറെ ബാക്കി എല്ലാം ഫ്ലാറ്റ് ആണ്. പിന്നെ അതേപോലെ പോളർ റെസ്പോൺസ് നിങ്ങൾക്ക് കാണാം, പോളർ പാറ്റേൺ നിങ്ങൾക്ക് കാണാം, ഒരു ഹാർട്ട് ഷേപ്പ് കാർഡിയോയിഡ് പാറ്റേൺ ആണ്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 year വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വന്നിട്ടുണ്ട്. ഈ പൗച്ചിനകത്ത് എന്താ നമുക്ക് നോക്കാം. ഒരു ലെതർ പൗച്ചാണ്, ഓഡിയോ ടെക്നിക്കയുടെ ബ്രാൻഡിങ് ഉള്ളൊരു പൗച്ചാണ്. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഷോക്ക് മൗണ്ട് അവൈലബിൾ അല്ല. ഷോക്ക് മൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു ക്രൗൺ പോലെ മൈക്രോഫോണിനെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നിങ്ങൾക്കറിയാം, ഈ കണ്ടൻസർ മൈക്രോഫോൺ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോഫോൺ. അതുപോലെ ഫ്ലോറിൽ നിന്ന് വരുന്ന ഒച്ച, അതുപോലെ പുറത്തുനിന്ന് വരുന്ന വൈബ്രേഷൻസ്, ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഷോക്ക് മൗണ്ട് യൂസ് ചെയ്യാൻ തന്നെ പ്രിഫർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ കൂടെ ഷോക്ക് മൗണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു നോർമൽ മൗണ്ട് ആണ്. മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മൈക്കിൻ്റെ സ്റ്റാൻഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോഫോൺ
സ്റ്റാൻഡിൽ കണക്ട് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. ഷോക്ക് മൗണ്ട് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടി വരും. പിന്നെ ഒരു ഫോമിൻ്റെ ഒരു സ്പഞ്ചിൻ്റെ ഒരു ഇതിനകത്ത് മൈക്രോഫോൺ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ ഈ മൈക്രോഫോൺ തന്നെയാണ്. ഇതാണ് മൈക്രോഫോൺ. നിങ്ങൾക്ക് കാണാം, ഒരു ബ്ലാക്ക് മാറ്റ് കളറിലാണ്. വളരെ ഫിനിഷിംഗ് ഉള്ള മൈക്രോഫോണാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കാർഡിയോയിഡ് മൈക്രോഫോൺ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കറക്റ്റായിട്ട് മെൻഷൻ ആണ്. ഓഡിയോ ടെക്നിക്ക ബ്രാൻഡിങ് ഉള്ളതാണ് ഫ്രണ്ട് സൈഡ്. ബാക്ക് എന്ന് പറയുന്നത് ഇവരൊരു ബാക്ക് പ്രിന്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്, ബാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വേണ്ടിയാണ്. ഇതല്ല ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്, ഇതാണ് ഫ്രണ്ട് സൈഡ്. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ട് മെൻഷൻ ആണ് കാർഡിയോയിഡ് കണ്ടൻസർ. അതിനർത്ഥം ഫ്രണ്ട് സൈഡ് മാത്രമേ ക്യാപ്ചർ ചെയ്യുള്ളൂ. വളരെ അത്യാവശ്യം 345 ഗ്രാംസ് വെയിറ്റ് ഉള്ള ഒരു മൈക്രോഫോണാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതിന് XLR പിൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മൈക്രോഫോൺ ലെവിറ്റ് 240 നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കമ്പാരിസണിൽ ഈ മൈക്രോഫോൺ എങ്ങനെയാണ് കാണാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എൻ്റെ കയ്യിലിരിക്കുന്ന ലെവിറ്റിന് 240 Pro ആണ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മേടിച്ചൊരു മൈക്രോഫോണാണ്. നിങ്ങൾക്കറിയാം, ഇതിന് ഓൾറെഡി അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നമ്മുടെ ചാനലിൽ പോയി കാണാം. വൈറ്റ് കളറായി മേടിച്ച ഇതും കണ്ടൻസ്ഡ് മൈക്രോഫോൺ ആണ്. ഇതിന് ഹൈ ഫ്രീക്വൻസി ഒരു ലൈറ്റ്ലി ബൂസ്റ്റഡ് ആണ് കമ്പയർഡ് ടു ഓഡിയോ ടെക്നിക്ക AT2020. അപ്പോൾ ഇതിന് ഓഡിയോ സാമ്പിൾസ് ഇനി കമ്മിങ് വീഡിയോസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ട് മൈക്രോഫോൺ. ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ കാണാം. ഓഡിയോ ടെക്നിക്ക കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ വെയിറ്റും കുറച്ച് ഏകദേശം സിമിലർ ആണ്. ബട്ട് ഓഡിയോ ടെക്നിക്കയാണ് കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നു. ഈ രണ്ട് മൈക്രോഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ വളരെ നല്ല രണ്ട് മൈക്രോഫോൺസ് ആണ്. ബട്ട് 10,000 റേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു മൈക്രോഫോൺ തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല, നല്ല മൈക്രോഫോണാണ്. വാല്യൂ വൈസ് അതുപോലെ ഈ ഒരു ബ്രാൻഡ് വൈസും ഓഡിയോ ടെക്നിക്ക എന്ന് പറയുന്നത് വളരെ റെപ്യൂട്ടഡ് ഉള്ള ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് കണ്ടൻസർ മൈക്രോഫോൺ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്രോഫോൺ പ്രിഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഓഡിയോ ഇന്റർഫേസ് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു വയ്ക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ലെസൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓരോ ലെസൺ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടാം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ അപ്പോൾ ക്ലിയർ ചെയ്യും. അതേപോലെ നിങ്ങൾ ഹോം സ്റ്റുഡിയോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അതേപോലെ വീട്ടിൽ തന്നെ റെക്കോർഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.